അഴിമതിക്കെതിരെ പ്രൊജക്ട് സീറോയുമായി വിജിലൻസ്. ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം അല്പസമയത്തിനകം വിജിലൻസ് ആസ്ഥാനത്ത് ചേരും. ആഭ്യന്തര വിജിലൻസ് വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല യോഗത്തിൽ പങ്കെടുക്കും. രജീഷ് നരിക്കുനി വിശദാംശങ്ങളുമായി. രജീഷ്, ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റതിന് ശേഷം ഒരുപക്ഷെ ഓപ്പറേഷൻ തൂഫാന് ശേഷം മറ്റൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം കൂടി രമേശ് ചെന്നിത്തല നടത്തുകയാണ്. അത് വിജിലൻസിന്റെ ഓപ്പറേഷൻ പ്രൊജക്ട് സീറോ ആണ്. എന്താണ് ഈ പ്രൊജക്ട് കൊണ്ട് വിജിലൻസ് ഉദ്ദേശിക്കുന്നത്? ഇതിന്റെ നടപടിക്രമങ്ങൾ എപ്പോഴത്തേക്ക് തുടങ്ങും? സൈഫുദ്ദീൻ, സംസ്ഥാനത്തെ അഴിമതി പൂർണ്ണമായും തുറച്ചു നിൽക്കുക എന്നതാണ് പ്രൊജക്ട് സീറോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ആദ്യ യോഗമാണ് ഇന്ന് വിജിലൻസ് ആസ്ഥാനത്ത് ചേരുന്നത്. ആഭ്യന്തര വിജിലൻസ് മന്ത്രിയെ ചുമതലയേറ്റ ശേഷം രമേശ് ചെന്നിത്തല വിളിക്കുന്ന ആദ്യ വിജിലൻസുകാരുടെ യോഗമാണ് ഇപ്പോൾ ചേരാൻ പോകുന്നത്. ഏറ്റവും പ്രധാനമായും സംസ്ഥാനത്തെ പൂർണ്ണമായും ഈ അഴിമതി ഇല്ലാതാക്കുക എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ലക്ഷ്യം വെക്കുന്നത്. ഈ എല്ലാ യൂണിറ്റ് മേധാവികളും SP-മാരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്തെ എല്ലാ യൂണിറ്റിലെ മേധാവിമാരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് AI സാങ്കേതിക ഒപ്പം തന്നെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഈ അഴിമതി പൂർണ്ണമായും തടയാം, ഈ അഴിമതി നടക്കുന്നതിന് മുമ്പ് എങ്ങനെ തടയാം എന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ യോഗത്തിൽ ചർച്ച ചെയ്യും. അതായത് പുതിയ യുഗത്തിലേക്ക് കടക്കുമ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ വിജിലൻസിലേക്കും വരുത്തുകയാണ്. അഴിമതി പുതിയ സാങ്കേതിക വിദ്യ AIയും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ തടയാമെന്ന കാര്യമാണ് പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അതായത് പരിശോധനകൾക്കായും AI ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കും എന്ന കാര്യമാണ് ഈ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഒപ്പം തന്നെ 24 മണിക്കൂറും ഈ അഴിമതിക്കെതിരെ ഒരു പരാതികൾ രേഖപ്പെടുത്താനുള്ള ഒരു നയം ഇതുമായി ബന്ധപ്പെട്ട് ഈ യോഗത്തിൽ ഉണ്ടാവുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് വിജിലൻസിനെതിരെ ഈ അഴിമതിക്കെതിരെ വിജിലൻസ് പൂർണ്ണ സജ്ജമാക്കുന്ന ഒരു പ്രൊജക്റ്റാണ് പ്രൊജക്ട് സീറോ. ശരി രജീഷ്, എന്തായാലും ശ്രദ്ധേയമായ രണ്ടാമത്തെ പ്രൊജക്ട് പ്രഖ്യാപനമാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നടത്തിയിരിക്കുന്നത്. നമുക്ക്